മിറാക്കിൾ ഓഫ് ഇസ്താംബുൾ നടന്ന രാത്രി. എല്ലാവരും ലിവർപൂളിന്റെ വിജയഗാഥകൾ പാടിപ്പുകഴ്ത്തുമ്പോൾ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ തലതാഴ്ത്തിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഗോൾ നേടിയിട്ടും പരാജയഭാരം പേറേണ്ടി വന്ന മിലാൻ ടീമിന്റെ നായകൻ പൗലോ മാൾഡീനി. കളി കഴിഞ്ഞ് ജെറാർഡിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കവേ അയാൾ ജെറാർഡിനോട് പറഞ്ഞു, ഞാൻ ഇനിയും വരും ഈ കപ്പ് സ്വന്തമാക്കാൻ. 2 വർഷങ്ങൾക്ക് ശേഷം മാൾഡീനി തന്റെ വാക്ക് പാലിച്ചു, അതേ ലിവർപൂളിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ. ഏതൻസിലെ ഗ്രീക്ക് ദേവന്മാരെ സാക്ഷിയാക്കി മാൾഡീനി കപ്പുയർത്തുമ്പോൾ 38 വർഷത്തിന്റെയും 336 ദിവസത്തിന്റെയും ചെറുപ്പമായിരുന്നു അയാൾക്ക്. കളി കഴിഞ്ഞ് മാൾഡീനി പോയത് വെക്കേഷൻ ആഘോഷിക്കാനായിരുന്നില്ല. തന്റെ കാൽമുട്ട് ശസ്ത്രക്രിയക്കായി ഹോസ്പിറ്റലിലേക്കായിരുന്നു. ബെൽജിയത്തിലെ ആശുപത്രിയിൽ അയാൾ മരുന്ന് വെച്ചത് പണ്ട് ഇസ്താംബൂളിൽ വെച്ച് ഹൃദയത്തിനേറ്റ മുറിവിനായിരുന്നു. അതായിരുന്നു അയാളുടെ ഡെഡിക്കേഷൻ, പാഷൻ. പ്രതിരോധത്തിന്റെയും ലോയൽറ്റിയുടെയും പര്യായമായിരുന്നു മാൾഡീനി. ബെരേസിയുടെയും കൊസ്റ്റാഗുർട്ടയുടെയും നെസ്റ്റയുടെയും കൂടെ അയാൾ ഇറ്റാലിയൻ ഫുട്ബോൾ പ്രതിരോധത്തിന്റെ വൻമതിൽ തീർത്തു. അയാൾ ഒരിക്കലും ഒരു ബീതാവനോ മസോർട്ടോ ആയിരുന്നില്ല. അതിർത്തി കാക്കുന്ന അച്ചടക്കമുള്ള ഒരു പട്ടാളക്കാരന്റെ മനസ്സായിരുന്നു മാൾഡീനിക്ക്. മാൾഡീനിയുടെ ഗെയിം റീഡിങ്ങും പൊസിഷനിങ്ങും ടാക്ലിങ്ങും അസാധാരണമായിരുന്നു. എതിരാളികളുടെ അടുത്ത നീക്കം മനസ്സിലാക്കി അത് തടയാനുള്ള മാൾഡീനിയുടെ കഴിവ് അപാരമായിരുന്നു, അതും ഫൗളിലേക്ക് എത്താതെ തന്നെ. തന്റെ നീണ്ട കരിയറിൽ മാൾഡീനി നേടിയത് ആകെ 3 റെഡ് കാർഡുകളാണ് എന്നത് അതിന്റെ തെളിവാണ്. 3 വർഷം കൊണ്ട് 1000-ലേറെ മത്സരങ്ങൾ മാൾഡീനി AC മിലാനു വേണ്ടി കളിച്ചു. 25 ട്രോഫികളും നേടി. ലീഡർഷിപ്പ് ക്വാളിറ്റി മാൾഡീനിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ആരാധകർ അറിഞ്ഞുകൊണ്ട് വിളിച്ച പേരാണ് എൽ ക്യാപിറ്റാനോ. 8 വർഷങ്ങൾ, 74 കളി ഇറ്റലിയുടെയും 11 വർഷത്തോളം AC മിലാന്റെയും ക്യാപ്റ്റൻ ആംബാൻഡ് മാൾഡീനി അണിഞ്ഞു. മാൾഡീനിക്ക് ശേഷം ഒരൊറ്റ തവണ മാത്രമേ സ്ക്യൂഡിറ്റോ സ്വന്തമാക്കാൻ AC മിലാന് കഴിഞ്ഞിട്ടുള്ളൂ. മാൾഡീനി ആദരിക്കാൻ മിലാൻ അദ്ദേഹം അണിഞ്ഞിരുന്ന നമ്പർ 3 ജേഴ്സി റിട്ടയർ ചെയ്തു. 1994 വേൾഡ് സോക്കർ മാസികയുടെ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ ആദ്യത്തെ പ്രതിരോധക്കാരനായി പൗലോ മാൾഡീനി മാറി. സ്വീകരണ പ്രസംഗത്തിൽ എല്ലാ ഡിഫൻഡേഴ്സിനു വേണ്ടിയും സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോൾ സ്കോറർമാരെക്കാൾ ആരാധകരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും വളരെ കുറച്ച് ശ്രദ്ധ മാത്രമാണ് പ്രതിരോധക്കാർക്ക് ലഭിക്കുന്നത്. മഹത്വം ഏറ്റെടുക്കുന്നതിനേക്കാൾ ഞങ്ങൾ ടീമിന്റെ എഞ്ചിൻ റൂമിലാണ് കൂടുതൽ. പക്ഷേ മാൾഡീനിയും ബെരേസിയും അടങ്ങുന്ന ഇറ്റാലിയൻ ഡിഫൻസ് പ്രതിരോധക്കാർക്ക് ലോക ഫുട്ബോളിൽ സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു.